ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട സംഭവമാണ്. മറ്റുള്ളവർ കാല് കാണുമ്പോൾ എന്താ നിന്റെ കാല് ഇങ്ങനെ ഇരിക്കുന്നത്, നിന്റെ കാല് ഇങ്ങനെ ഇരിക്കുന്നത്, ഇത് കേട്ട് മടുത്തിട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നുകാർക്കുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഡ്രൈ സ്കിന്ന് മാറാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. നമുക്കറിയാം, നമുക്ക് പലതരത്തിലുള്ള സ്കിൻ ഉണ്ട്. ചിലർക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും, ചിലർക്ക് ഓയിലി സ്കിൻ ആയിരിക്കും, ചിലർക്ക് ഒരു കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. ഇതില് ഈ കോമ്പിനേഷൻ സ്കിന്നാണ് എനിക്കുള്ളത്. അതായത് നമുക്കറിയാം, കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്ക് ഡ്രൈ സ്കിന്നിന്റെ ക്യാരക്ടേഴ്സും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓയിലി സ്കിന്നിന്റെ ക്യാരക്ടേഴ്സും ഉണ്ടായിരിക്കും. ഈ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈനെസ് കാണുന്നത് കാൽ മുട്ടിന് താഴെയുള്ള ഭാഗത്തിലാണ്. നമ്മുടെ പാദത്തിന് മുകളിലോട്ടുള്ള ഭാഗത്തായിരിക്കും ഈ ഡ്രൈനെസ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. സോ ഇത് കാരണം തന്നെ നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന ടൈമിൽ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. ഞാനും ഇതേ പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണ്. സോ ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ ഞാൻ കൂടുതലും സാരിയോ അതുപോലെ നമ്മൾ ചുരിദാർ അങ്ങനത്തെ ഡ്രസ്സാണ് ചൂസ് ചെയ്യുന്നത്. കാരണം കുറച്ച് ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ കാലിലൊക്കെ സ്കെയിൽസ് പോലെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇത് മറ്റുള്ളവർ കാണുമ്പോൾ നമ്മളിത് എന്താ കാലിങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാകും. നമുക്ക് ഈ ഡ്രൈനെസ് ഒക്കെ വരുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെളിച്ചെണ്ണ തേക്കുകയാണെങ്കിൽ ഈ ഡ്രൈനെസ് അപ്പാടെ മാറുമെന്ന്. അപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ചെറു ഈറത്തോടെ തന്നെ വെളിച്ചെണ്ണ തേക്കാറുണ്ട്. അപ്പോൾ ഡ്രൈനെസ് കുറച്ച് മാറും. പക്ഷേ ഈ ഡ്രൈനെസ് എന്ന് പറയുന്നത് ഒരു സീസൺ അനുസരിച്ചാണ് വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈനെസ് വരുന്നത് നമ്മുടെ ഈ മഞ്ഞുകാലത്താണ് കേട്ടോ. മഞ്ഞുകാലമൊക്കെ ആകുമ്പോൾ കാലിങ്ങനെ നമ്മുടെ ചേരയുടെ പുറം പോലെ ഇരിക്കും. എന്ത് വൃത്തികേടെന്നറിയാവോ, നമ്മളിങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ക്രാച്ച് പോലെ വരും. അതുപോലെ തന്നെ ഈ സ്കിന്നൊക്കെ ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ട് പൊടി പറക്കും പോലെ പറക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ വെളിച്ചെണ്ണ തേച്ചിട്ടും എനിക്ക് ഈ ഡ്രൈനെസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഡ്രൈനെസ് കൂടുന്ന അവസ്ഥയിൽ യാതൊരു ഗുണവും തന്നെ ഇല്ല. പിന്നീടാണ് നമ്മൾ റോസ് വാട്ടറും ഗ്ലിസറിനും ഇതിൻ്റെ ഒരു മിക്സ്ചർ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈനെസ് മാറുമെന്ന് കേട്ടിട്ട് ഞാൻ ഇതും അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റോസ് വാട്ടറും ഗ്ലിസറിനൊക്കെ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് നമ്മൾ അന്ന് പുറത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഫേസൊക്കെ നല്ലൊരു ഗ്ലോ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ കാലിൽ ഇത് തേച്ച് കഴിയുമ്പോൾ നല്ല ഡ്രൈനെസ് ഉണ്ട്. നമ്മൾ തേക്കുകയാണെങ്കിൽ അന്നോ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ സ്കെയിൽസ് ഒന്നും പോകത്തില്ല. നമ്മളിത് ഒരാഴ്ചയോ 2 ആഴ്ചയോ കണ്ടിന്യൂസ് ആയിട്ട് തേക്കണം. പക്ഷെ ഞാനും ഇങ്ങനെ 1 ആഴ്ച 2 ആഴ്ച തേച്ച് സ്കെയിൽസൊക്കെ അത്യാവശ്യം മാറി നമുക്കൊരു ജസ്റ്റ് കാല് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്തിൽ 2-3 ദിവസം തേക്കാതെ വരികയാണെങ്കിൽ ഈ ഡ്രൈനെസ് വീണ്ടും അതുപോലെ തന്നെ വരും കേട്ടോ. അങ്ങനെ ഈ ഒരു സംഭവം നമുക്ക് അത്രത്തോളം എഫക്റ്റീവ് അല്ല. എങ്കിലും ഞാൻ ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് ഈ ഗ്ലിസറിനും റോസ് വാട്ടറും മാത്രമാണ്. പക്ഷെ ഒരിക്കലും എനിക്ക് ഫുള്ളി ആ സ്കെയിൽസ് പോയിട്ട് കാലിനൊരു ഭംഗി കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. സോ ഈ ഇടയായിട്ട് ഞാനൊരു സ്കിൻ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ കാലിങ്ങനെ ഭയങ്കര ഡ്രൈനെസ് ആണ്. ഞാൻ കുറേ ഓയിൻമെൻ്റൊക്കെ യൂസ് ചെയ്തു, ഗ്ലിസറിനും റോസ് വാട്ടർ യൂസ് ചെയ്തു, പക്ഷേ എനിക്ക് അത് മാറുന്നില്ല. എന്തെങ്കിലും ഒരു മെഡിസിൻ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടറിനെ നോക്കിയിട്ട് അയ്യോ ഇത് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു മോയ്സ്ചറൈസിങ് ക്രീം എഴുതി കേട്ടോ. ശരിക്കും ഞാൻ ആ മോയ്സ്ചറൈസിങ് ക്രീം വാങ്ങാൻ പോയപ്പോൾ ഞെട്ടി. നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ അതിന് 1080 രൂപയാണ് വില. അപ്പോൾ എനിക്കൊരു മടി ഉണ്ടായിരുന്നു, നമുക്കിത് വാങ്ങണോ വേണ്ടയോ, വാങ്ങിയിട്ട് ഇനി ബെനിഫിറ്റ് ഇല്ലെങ്കിൽ എൻ്റെ 1000 രൂപ പോയി കിട്ടുമല്ലോ. അങ്ങനെ ഒരു കൺഫ്യൂഷനായി. എങ്കിലും വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. പക്ഷെ അത് ട്രൈ ചെയ്തപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പക്കയായിരുന്നു കേട്ടോ. ഈ പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിന് മുന്നേ തന്നെ ഞാൻ പറയാം, എനിക്ക് ഈ പ്രോഡക്റ്റ് 100% വർക്കിംഗ് ആണ്. കാരണം ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാൻ ഒരു 4 മാസം കൊണ്ട് യൂസ് ചെയ്തിട്ട് പക്ക റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ ചെയ്യാം. കാരണം ഈ ഡ്രൈ സ്കിന്നുകാരുടെ അവസ്ഥ പോക്കാണ്. അത് എനിക്ക് ശരിക്കും അറിയാം. ആ കഷ്ടപ്പാട് അറിയാമെന്നുള്ളതുകൊണ്ട് എന്നെപ്പോലെ ആർക്കെങ്കിലും ഗുണമാകുന്നുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് സ്യൂട്ടാണെങ്കിൽ മസ്റ്റായിട്ട് ഉപയോഗിച്ചോ. റിസൾട്ട് എന്ന് പറഞ്ഞാൽ 100% ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒലേ സോഫ്റ്റ് എന്നാണ്. ഒലേ സോഫ്റ്റ് മാക്സ് ലോഷൻ എന്നാണ് കേട്ടോ. ഇൻറ്റൻസ് മോയ്സ്ചറൈസർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പാരബൻ ഫ്രീ ആണ്, SLES ഫ്രീ ആണ്, അതുപോലെ തന്നെ കളറൻറ്റ് ഫ്രീ ആണ്. സോ നമുക്ക് അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും തന്നെ ഇതിലില്ല.
ഇനി ഈ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറയാം. നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വന്ന് ആ നനവോടുകൂടി കയ്യിലും കാലിലും ഫേസിലും നമുക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ വേറെ സൺസ്ക്രീൻ ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. കാരണം ഇത് മാത്രം ഇടുമ്പോൾ തന്നെ നമുക്ക് സ്കിന്നൊക്കെ നല്ലൊരു ഓയിലി ടെക്സ്ചറും ഒരു ഗ്ലേസിങ് പോലെയൊക്കെ തോന്നും കേട്ടോ. ശരിക്ക് ഇത് രാവിലെ മാത്രം യൂസ് ചെയ്യരുത്. നമ്മൾ കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കൈയും കാലും ഒക്കെ വാഷ് ചെയ്തിട്ട് കൂടി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. കറക്റ്റ് ഒരു 1 വീക്ക് ആകുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ടെക്സ്ചർ കംപ്ലീറ്റ് മാറിയിരിക്കും കേട്ടോ. പിന്നെ ഇതിലൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, കുറച്ച് നമ്മുടെ സ്കിന്നിൻ്റെ ഷെയ്ഡ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇതിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഡ്രൈനെസ് നമുക്ക് കാലിനും ഉണ്ടാകും, അതുപോലെ നമുക്ക് അറിയത്തില്ലെങ്കിലും കയ്യിലൊക്കെ ഈ ഡ്രൈനെസ്സിൻ്റെ ഒരു സംഭവം വരും. ഇത് വരുമ്പോൾ അവിടുത്തെ സ്കിന്ന് ഡ്രൈ ആകുമ്പോൾ അവിടെ കുറച്ച് കറുത്ത നിറം വരും. എനിക്ക് തോന്നുന്നു ഈ ഡ്രൈനെസ് മാറുന്നത് കൊണ്ടായിരിക്കും നമുക്ക് സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോ ആയിട്ടുള്ള ഒരു ഫിനിഷിങ് കിട്ടും. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് ഫെയർ ആയിട്ട് ഫീൽ ചെയ്യും. ഫെയർ മീൻസ് ഈ ക്രീം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഫെയർ ആയിട്ട് ഫീൽ ചെയ്യുമെന്നല്ല, നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഞാൻ ഈ ക്രീം ഒരു 3 മാസം 4 മാസം കൊണ്ട് യൂസ് ചെയ്യണുണ്ട്. പിന്നെ ഈ ഒരു ക്രീം നമുക്ക് 1000 രൂപീസ് ആണെങ്കിലും ഒരു 3.5 മാസം ഒക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത് ഇത് കഴിഞ്ഞു. ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഷോപ്പിൽ പോയി ഡയറക്റ്റായിട്ട് വാങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് പർച്ചേസ് ചെയ്യാവേ. അപ്പോൾ ഞാനിത് ഏത് ഓൺലൈൻ മീഡിയയിൽ നിന്ന് വാങ്ങിയെന്ന് പറയുന്നില്ല. കാരണം നിങ്ങൾ വിചാരിക്കും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പല സൈറ്റുകളുണ്ടല്ലോ, നിങ്ങൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ ഒലി സോഫ്റ്റ് മാക്സ് ലോഷൻ എന്ന് അടിച്ചാൽ മതി, നമുക്കിത് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ വാങ്ങിയ സൈറ്റിൽ ഇത് 772 രൂപയാണ്. 772 774 രൂപയോ ആണുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് പൊട്ടിച്ചിട്ടില്ലായിരുന്നു. ഞാൻ കരുതി വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൂടി കാണിച്ചുകൊണ്ട് ഇത് പൊട്ടിക്കാം, എന്നിട്ട് നമുക്കിതിൻ്റെ ഇതെങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഒന്ന് നോക്കാമെന്ന് കൂടി വിചാരിച്ചു കേട്ടോ. സെയിം പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതേ കണ്ടോ, 1020 വരുന്നത്. ഞാനിത് ഷോപ്പിലൊന്ന് മേടിച്ചപ്പോൾ അവർ 1020 രൂപയും എൻ്റെ കയ്യിലൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഞാനിത് ഓൺലൈനിലൊന്ന് മേടിച്ചതാണ്. വെറും 774 രൂപയാണ് ഇതിന് വരുന്നത്. സോ ഈ 774 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ നമുക്ക് ഭയങ്കര വർത്താണ്. കാരണം നമുക്കൊരു 4 മന്ത്സ് സുഖമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഗ്ലിസറിനും റോസ് വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 2 വീക്സ് അത് യൂസ് ചെയ്തു, പിന്നെ 2 വീക്സ് യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ സ്കെയിൽസ് ഭയങ്കരമായിട്ട് നമുക്ക് അതുപോലെ വരും, പൂർവ്വസ്ഥിതിയിലോട്ട് വരും. പക്ഷേ ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത് ഒരു 2 മന്ത്സ് ഒന്നും ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ സ്കിന്നിൽ ആ ഒരു ഡ്രൈനെസ്സോ ആ ഒരു സ്കെയിൽസോ ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ പറയുമല്ലോ, എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കുറേ ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും, നമ്മൾക്ക് ആ ഒരു ആവേശം കൊണ്ട്. ഞാനും അങ്ങനെ തന്നെ കുറേ ദിവസം യൂസ് ചെയ്യും. പിന്നെ ഇടയ്ക്ക് മടിയൊക്കെ പിടിക്കുമ്പോൾ രാത്രി ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, 1 ടൈം യൂസ് ചെയ്യും. പക്ഷേ നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ അതുപോലെ നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു സജഷനാണ് പറയുന്നത്. നിങ്ങളിത് മേടിക്കണമെന്നോ ഒന്നും പ്രൊമോഷനോ ഒന്നുമല്ല, നിങ്ങൾക്ക് സ്യൂട്ട് ആവണമെങ്കിൽ. കാരണം ഇതിൽ നമുക്ക് അലർജിക് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റും ഇല്ല. സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ളവർക്കും എല്ലാം യൂസ് ചെയ്യാം. വേറെ നമുക്ക് കളറൻ്റ് ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല, പാരബൻ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സ്കിന്നിന് യാതൊരു ഡാമേജും ഇല്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കുക. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുക മീൻസ് നിങ്ങളുടെ സ്കെയിൽസ് മാറുകയാണെങ്കിൽ നിങ്ങളിത് ഉറപ്പായിട്ട് യൂസ് ചെയ്ത് നോക്കൂ. എനിക്കിങ്ങനെ റിസൾട്ട് കിട്ടിയതുകൊണ്ട്. കാരണം ഈ ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട സംഭവമാണ്. ഇതിൻ്റെ എന്താണ്, നമുക്ക് എപ്പോഴും മറ്റുള്ളവർ കാല് കാണുമ്പോൾ എന്താ നിൻ്റെ കാല് ഇങ്ങനെ ഇരിക്കുന്നത്, ഇത് കേട്ട് മടുത്തിട്ട് ഇപ്പം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഷോർട്ടായിട്ടുള്ള ഫ്രോക്കൊക്കെ ഇട്ട് പുറത്ത് പോകും. കാരണം കാലൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യാം, ആർക്കെങ്കിലും ഗുണം ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ബൈ ബൈ.